നട്ട്സ് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. എന്നാൽ നട്ട്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ബദാം, പിസ്ത, വാൾനട്ട് തുടങ്ങിയ വില കൂടിയ നട്ട്സിന്റെ കാര്യമാണ് നാം ചിന്തിക്കുക. എന്നാൽ പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്ന കപ്പലണ്ടി അഥവാ നിലക്കടല പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒന്നാണ്. പക്ഷേ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായത് മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന ഒന്നുമാണ് കപ്പലണ്ടി. എണ്ണ ചേർക്കാതെ തന്നെ വറുക്കാൻ സാധിക്കുന്ന ഇത് ഏറെ രുചികരവുമാണ്. ദിവസവും ഒരു പിടി കപ്പലണ്ടി ശീലമാക്കിയാലുള്ള ഗുണങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? നോക്കാം. ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഇത് ആരോഗ്യപരമായ ഗുണങ്ങളിൽ മികച്ചതാണ്. കപ്പലണ്ടി അഥവാ നിലക്കടലയിൽ ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനുകളും വൈറ്റമിൻ ഇയും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ലിവറിന്റെയും ആരോഗ്യത്തിന്റെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഘടകങ്ങളാണ്. ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് കപ്പലണ്ടി ഏറെ നല്ലതാണ്. വൈറ്റമിൻ B3, നിയാസിൻ എന്നിവയാൽ സമ്പന്നമായ കപ്പലണ്ടി ചുളിവില്ലാത്ത ചർമ്മത്തിന് മികച്ചതാണ്. എല്ലാത്തരം ചർമ്മരോഗങ്ങളെയും അകറ്റി നിർത്തുകയും ചെയ്യാൻ കപ്പലണ്ടിക്ക് സാധിക്കുന്നുണ്ട്. ഡെർമറ്റോളജിക് സർജറി ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് പ്രകാരം കപ്പലണ്ടിയിൽ നിയാസിൻ ചർമ്മത്തിനുണ്ടാക്കുന്ന നേർത്ത വരകൾ, ചുളിവുകൾ, നിറവ്യത്യാസം മൂലമുള്ള പാടുകൾ എന്നിവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ്. ശരീരത്തിന് ആരോഗ്യകരവും ആവശ്യവുമായ പോഷകമായി കണക്കാക്കപ്പെടുന്ന മോണോപോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ സമ്പന്നമായ ഉറവിടമാണ് കപ്പലണ്ടി. കാർബോഹൈഡ്രേറ്റ് കുറവാണെങ്കിലും സസ്യ പ്രോട്ടീനുകളാൽ സമ്പന്നമായതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്റ് പിന്തുടരുന്ന ആളുകൾക്ക് കപ്പലണ്ടി പ്രോട്ടീന്റെ മികച്ച ഉറവിടമാകുന്നു. വൈറ്റമിൻ ഇ, B1, B3, B9 എന്നിവയും മഗ്നീഷ്യം, ഫോസ്ഫറസ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കളും കപ്പലണ്ടിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് തൂക്കം വയ്ക്കാനും പുഷ്ടി വർദ്ധിപ്പിക്കാനും ഇത് ഏറെ നല്ലതാണ്. കപ്പലണ്ടി പുഴുങ്ങി കഴിക്കുന്നത് തടി വയ്ക്കാതെ ആരോഗ്യകരമായി തൂക്കം വർദ്ധിപ്പിക്കാൻ ഏറെ മികച്ച ഒന്നാണ്. വയറിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിനും ഉത്തമമാണ് പുഴുങ്ങിയ കപ്പലണ്ടി. നാരുകളുടെ ഉപയോഗം ദഹനത്തെ മെച്ചപ്പെടുത്തുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കപ്പലണ്ടിയിൽ ആവശ്യമായ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ദഹനത്തെ സഹായിക്കുകയും വായുകോപം, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിന് കപ്പലണ്ടി ഏറെ മികച്ചതാണ്. ഇതിലെ നാരുകളാണ് ഇതിനെ സഹായിക്കുന്നത്. പുഴുങ്ങിയത് വഴി ദഹനവും എളുപ്പമാക്കുന്നു. ദിവസവും ഒരു പിടി നിലക്കടല കഴിക്കുന്നത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും. ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. അമേരിക്കൻ കോളേജ് ഓഫ് ന്യൂട്രീഷൻ ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കപ്പലണ്ടി ഉപഭോഗം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നുവെന്ന് തെളിയിച്ചു. ഇതിലടങ്ങിയിരിക്കുന്ന നിയാസിൻ, കോപ്പർ, മഗ്നീഷ്യം, ഒലീക് ആസിഡ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ പല വിധത്തിലുള്ള ഹൃദ്രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. കപ്പലണ്ടിയിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം നിങ്ങളുടെ ശരീരത്തിന്റെ ഇൻസുലിൻ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു എന്നതറിയാമോ? ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദവും കൊളസ്ട്രോളിന്റെ അളവും മികച്ച രീതിയിൽ നിയന്ത്രിക്കാനുള്ള കഴിവിനൊപ്പം പോഷക സാന്ദ്രമായ ഭക്ഷണങ്ങളിൽ വിവിധ രോഗപ്രതിരോധ ശേഷി ഗുണങ്ങളുമുണ്ട്. എന്നാൽ കപ്പലണ്ടി അധികം കഴിച്ചാൽ ദോഷം ചെയ്യുമെന്നാണ് പലരും പറയപ്പെടുന്നത്. കപ്പലണ്ടി കൂടുതൽ കഴിച്ചാൽ ലിവറിന് കേടുവരുമെന്ന തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നാണെന്ന് ന്യൂട്രീഷനിസ്റ്റ് പറയുന്നു. എന്നാൽ അതേസമയം അമിതമായ കപ്പലണ്ടി കഴിക്കുന്നത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നു. ഇത് തടി കൂട്ടുകയും ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ വഴിയൊരുക്കുകയും അതുവഴി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗത്തിന് ഇടവരുത്തുകയും ചെയ്യും. എന്നാൽ ഇത് കപ്പലണ്ടി കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആകെയുള്ള ഡയറ്റിന്റെയും ലൈഫ് സ്റ്റൈലിനെയും ആശ്രയിച്ചും ഇരിക്കുന്നു. കപ്പലണ്ടിയിൽ ധാരാളം omega-6 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് omega-3 ഫാറ്റി ആസിഡുകൾ ഇല്ലാത്ത ശരീരത്തിൽ എത്തുന്നത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം ഉണ്ടാകാൻ ഇടയാക്കുന്നു. ഇത് പരോക്ഷമായ ലിവർ ആരോഗ്യത്തെ ബാധിക്കാം. ശരീരത്തിലുണ്ടാകുന്ന വീക്കം കരളിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. നിലക്കടല ആരോഗ്യകരം തന്നെയാണ്, അത് മിതമായ അളവിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, ഇതെല്ലാം പൊതുവായ ആരോഗ്യകാര്യങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.